ഫ്രണ്ട്സ്, ഞാൻ ഷിനി നിധീഷ്. വെൽക്കം ടു ചിൻസ് രുചി. മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ്. ക്രിസ്മസ് സീസൺ അല്ലേ, നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? നട്ടി ബബിൾ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ വലിയ കേക്ക് എക്സ്പേർട്ട് ഒന്നുമല്ല. ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് തന്നെയാണ് ഞാനും സ്റ്റാർട്ട് ചെയ്തത്. നട്ടി ബബിൾ കേക്ക് ഒരു ഓൾ ടൈം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പൊ നമുക്ക് അത് തന്നെ ആക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഫറെന്റ് ഫ്ലേവർ ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ ചിൻസ് രുചി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സമയം കളയാണ്ട് വേഗം വീഡിയോയിലേക്ക് പോവാം. നമുക്ക് നട്ടി ബബിൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ കൗണ്ടർ ടേബിളിന്റെ മേലെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ സ്ഥലത്തും പൊടിയാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക, ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അതിൻ്റെ അകത്ത് 1 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് എടുത്ത് മാറ്റണം. ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പം ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചിട്ടാണ് ഞാനിപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരുന്നത്. ഈ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബൂസ്റ്റ്. അപ്പോൾ ബൂസ്റ്റ് നമ്മൾ 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഈ കേക്കിന്. ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് നല്ല ഹൈലൈറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ഇടുന്നത്. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്. ഇനി നമുക്ക് ഇതൊക്കെ നല്ലോണം അരിച്ചെടുക്കണം. ഞാൻ 3 പ്രാവശ്യമാണ് ഇത് അരിക്കുന്നത്. അപ്പോൾ 2 ബൗൾ നിങ്ങൾ അടുത്തടുത്ത് വെച്ചിട്ട് ഒന്നിൽ നിന്ന് അരിച്ച് വേറൊരു ബൗളിലേക്കും പിന്നെ തിരിച്ച് അതേപോലെ തന്നെ സൈക്കിൾ ചെയ്തിട്ട് 3 പ്രാവശ്യം മിനിമം അരിക്കണം. എന്നാലേ നമ്മൾ ഇട്ടിരിക്കുന്ന ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മൈദയും എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് മിക്സ് ആവുള്ളൂ. ഇനി നമുക്ക് അടുപ്പത്ത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിക്കട്ടിയുള്ളതും പിന്നെ നല്ലൊരു അടപ്പും ഇല്ല ഒരു പാത്രം വെക്കണം. അതേപോലെ തന്നെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് പാൻ ഗ്രീസ് ചെയ്തിട്ടും വെക്കണം. ഈ 2 കാര്യങ്ങളും റെഡിയാക്കിയതിന് ശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഞാനൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് റൂം ടെമ്പറേച്ചർ 5 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വാനില എസൻസ് കളർലെസ് ആണ് എൻ്റെ അടുത്തുള്ളത്. അത് 1 ടീസ്പൂൺ ഒഴിച്ചിട്ട് നല്ല ഫ്ലഫി ആവുന്ന വരെ നമുക്ക് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് എടുത്തിട്ട് കുറച്ചായിട്ട് ഈ മുട്ടേൻ്റെ അകത്ത് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി. എല്ലാം ഒരുമിച്ച് ഒരിക്കലും ഇടരുത്. അപ്പോൾ അത് നല്ലോണം മിക്സ് ആയിട്ട് നമുക്ക് കിട്ടൂല. ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇനി ഞാൻ ഇടുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കൂടുതൽ നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ഈ ബാറ്റർ ലൂസായി പോവും. ജസ്റ്റ് ഒന്ന് ആ ഒരു എണ്ണ മിക്സ് ആവുന്നത് വരെ മാത്രം. ഇനിയാണ് നമ്മൾ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കാൻ പോകുന്നത്. ഈ മുഴുവൻ മിക്സും ഒരുമിച്ചിടാണ്ട് 3-4 പ്രാവശ്യമായിട്ട് കുറച്ചിട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും കേക്ക് വീഡിയോസിൽ ഈ ടേം കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, നടുക്കേ കൂടെ ഒന്ന് കട്ട് ചെയ്യുക, ഫോൾഡ് ചെയ്യുക. ഇതുപോലെ 3 പ്രാവശ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് മെല്ലെ എടുക്കുന്നുണ്ട്. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കുറച്ച് സമയം എന്തായാലും എടുക്കും. ഇനി നമുക്ക് ലാസ്റ്റിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നത്. ബേക്കിംഗ് സോഡയും വിനീഗറും മിക്സ് ചെയ്താൽ നമുക്കറിയാം നല്ലോണം പതഞ്ഞു വരും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. വിനീഗർ ഒഴിച്ച് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ബട്ടർ പേപ്പറും ഓയിലൊക്കെ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ട്രേയിലേക്ക് മാറ്റണം. അതുകൊണ്ടാണ് കേക്ക് ബാറ്റർ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ കേക്ക് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. ഇനിയാണ് മെയിൻ സ്റ്റെപ്പ്. കുറേ പ്രാവശ്യം ടാപ്പ് ചെയ്യണം. ഞാനൊരു 30-35 പ്രാവശ്യം ടാപ്പ് ചെയ്തു. അപ്പോഴാണ് ബബിൾസ് ഒക്കെ പോയത്. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച ഓവൻ സെറ്റപ്പ് നമ്മൾ ഈ ഒരു പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. ഈ ബാറ്റർ ശ്രദ്ധയോടെ അതിൻ്റെ അകത്ത് ഇറക്കി വെക്കണം. സൈഡൊക്കെ നല്ല ചൂടായിരിക്കും. നല്ല വീതിയില്ല പാൻ നോക്കിയിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഇത് ഇവിടുന്ന് മെല്ലെ ബേക്ക് ആവട്ടെ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്യാൻ. കേക്ക് ബേക്ക് ആകുമ്പോഴത്തേക്കും 2-3 കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. ആദ്യം ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്ത്
ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പ് കത്തിക്കുക. സിമ്പിളാണ്. കുറേ സമയം കുറുക്കി അത് ഒരു കട്ടിയില്ല സിറപ്പാക്കണ്ട. ജസ്റ്റ് പഞ്ചസാര അലിയുന്നത് വരെ മാത്രമേ നമ്മൾ ഇതൊന്ന് ചൂടാക്കണ്ടൂ. അപ്പോൾ നമ്മളെ ഷുഗർ സിറപ്പ് റെഡിയായി. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആക്കാം. ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം നല്ലോണം ചൂടാക്കുക. എന്നിട്ടൊരു ബൗൾ വെച്ചിട്ട് അതിൻ്റെ അകത്ത് 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാൻ ഇട്ട് കൊടുത്തത്. 10-15 സെക്കൻഡ് കഴിയുമ്പോൾ അത് നല്ലോണം മെൽറ്റാവും. അതിൻ്റെ അകത്തേക്ക് 50 ml വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നിങ്ങളടുത്ത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഫ്രഷ് ക്രീമിൽ മധുരം ഉണ്ടാവില്ല. ഇതിപ്പോൾ രണ്ടും നല്ലോണം മിക്സായി മെൽറ്റായി വന്നതിന് ശേഷം ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ്. നമ്മളെ ഗനാഷ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബൗളും ബീറ്ററിന്റെ ബ്ലേഡും ഒക്കെ നല്ലപോലെ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. 1 മിനിറ്റ് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം പൊടിച്ച പഞ്ചസാര 3 ടേബിൾ സ്പൂണും പിന്നെ ഒരു 5 ഡ്രോപ്പ് വാനില എസൻസും ചേർത്തിട്ട് നമുക്ക് മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടി സ്റ്റിഫ് പീക്സ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ഏത് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്താലും എനിക്ക് ഇത്ര പെർഫെക്റ്റ് പീക്സ് കിട്ടാറില്ല. ഒരു സ്പാച്ചുല എടുത്തിട്ട് ക്രീം ഒന്ന് നമ്മൾ താഴോട്ടിടാൻ നോക്കിയാൽ അത് സ്പാച്ചുലയിൽ തന്നെ ഉണ്ടാവും. അതാണ് അതിൻ്റെ കറക്റ്റ് സ്റ്റേജ്. ഇനി നമുക്കിതൊരു 20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി തണുപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ കേക്ക് എന്തായി നോക്കണ്ടേ? ആഹാ, നല്ല മണം വരുന്നുണ്ട്. ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നല്ലോണം ബേക്ക് ആയിട്ടുണ്ട്. 40 മിനിറ്റ് എനിക്ക് എടുത്തു കേട്ടോ കേക്ക് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കേക്ക് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് നല്ലോണം തണിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യുക. തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അപ്പം ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ബൂസ്റ്റ് ചേർത്തതുകൊണ്ടാണ് നമ്മൾ ആ കേക്കിന് ഈ ഒരു കളറ്. ഒരു ടേൺ ടേബിളിൻ്റെ മേലെ നമുക്കൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. അതിൻ്റെ അകത്ത് ഒരു ലെയർ കേക്ക് വെച്ചിട്ട് നല്ലോണം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം കുറച്ച് നല്ലോണം അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ മേലെ നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കണം. ബദാമും കാഷ്യൂനട്ട്സും പിന്നെ കുറച്ച് ചോക്കോ ചിപ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഞാൻ ലാസ്റ്റ് ലെയറും വെച്ചു. നിങ്ങളെ ഇഷ്ടത്തിന് നട്ട്സ് ഇടാം. നല്ല നീളത്തിൽ വേണം നട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കാൻ. ക്രീം കൊണ്ട് ഞാൻ ഫുൾ കേക്ക് കവർ ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടൊന്നും കവർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നട്ട്സ്, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച നട്ട്സ് നമുക്ക് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിനും വൈറ്റ് ഫോറസ്റ്റ് കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ സൈഡിലൊക്കെ നട്ട്സ് കൊണ്ട് കവർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഐസിങ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ടഫ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ സൈഡ് മൊത്തം നട്ട്സ് വെച്ച് കവർ ചെയ്യുക. നട്ടി ബബിൾ കേക്കാണ്. അപ്പോൾ ബബിൾസ് വേണ്ടേ? നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചിട്ട് ടിപ്പ് ചെറുതായി കട്ട് ചെയ്യുക. എന്നിട്ട് ബബിൾസിനെ പോലെ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മേലെ ബൂസ്റ്റാണ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരേപോലെ ഡസ്റ്റ് ചെയ്ത് കവർ ചെയ്യേണ്ട. ലൈറ്റ് ഡാർക്ക് അങ്ങനെ ഷെയ്ഡ്സ് വരുന്നത് പോലെ റഫായിട്ട് കവർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ചില സ്ഥലത്ത് ഡാർക്ക് ഷെയ്ഡും ചില സ്ഥലത്ത് ലൈറ്റ് ഷെയ്ഡും വരുന്നത് പോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമ്മളാക്കിയ ആ ബബിൾസിനൊരു 3D എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഒരു ഗനാഷിൻ്റെ ബാക്കി ജസ്റ്റ് ഓരോ ഡ്രോപ്പായിട്ട് ഇങ്ങനെ അതിൻ്റെ മേലെ ബൂസ്റ്റ് ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. നല്ല രസമായിരിക്കും. സിമ്പിളായിട്ടുള്ള ഐസിങ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കേക്കിൽ എക്സ്പേർട്ടേ അല്ല. ഞാൻ ആകെ ആക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റുമാണ്. അതുപോലെ തന്നെയാണ് ഇതും. നട്ടി ബബിൾ കേക്ക് എന്ന് പറയുമ്പോൾ നട്ട്സ് ഉണ്ട് ഫുൾ കവേർഡായിട്ട്, മേലെ ബബിൾസും. അതുകൊണ്ടാണ് അതിന് ഈ പേര് വന്നിരിക്കുന്നത്. ഞാൻ അടുത്ത നില വ്യൂ കാണിച്ചു തരാം എൻ്റെ കേക്കിൻ്റെത്. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഇത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നിത്തും മോളും കൂടി പറയുന്നതായിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂർ ഒന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെക്കട്ടെ. അപ്പം നമ്മളെ ഈ അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള നട്ടി ബബിൾ കേക്ക് ടേസ്റ്റ് ചെയ്യാൻ പോവാന്ന്. ഇവിടെ നിത്തുവും രേവയും എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ നിത്തു ഇതാ കട്ട് ചെയ്തോ നിത്തു
Come on. ദേവു സൂപ്പർ. ഞാൻ ഇനി ടേസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട് ഇത്തു? അടിപൊളിയല്ലേ? സൂപ്പറായിട്ട് ആ ബൂസ്റ്റിന്റെ ടേസ്റ്റും അതേപോലെ നട്ട്സ് അതന്നെ നട്ട്സിന്റെ ടേസ്റ്റും എല്ലാം കൂടി കിടുക്കാച്ചി. ചിന്നൂസ് അടിപൊളി കേക്ക്. അടിപൊളി. നമ്മൾ ഇതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവരും ഇതാക്കി നോക്കണം. സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ആക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ചിൻസുജി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി പ്രസ് ചെയ്യുക. ബൈ ബൈ ബൈ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പ്ലീസ് സപ്പോർട്ട് ചിൻസുജി ചാനൽ. ബൈ ബൈ.